സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിയാൻ അഭിഭാഷകന്റെ ശ്രമം. സുപ്രീം കോടതിയിൽ അരങ്ങേറിയ സംഭവം വരാനിരിക്കുന്ന ആപത്തോ? ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. നീതി ലഭിക്കാനുള്ള അവസാന ശ്രമത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടലിൽ ആശ്വാസം ലഭിച്ച നിരവധി സംഭവങ്ങൾ നമുക്കിടയിൽ നടന്നിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ ഒരു വിചിത്ര സംഭവത്തെ കുറിച്ച് നമുക്ക് നോക്കാം. ഖജുരാഹോയിൽ 7 അടി ഉയരത്തിലുണ്ടായിരുന്ന ഒരു വിഷ്ണു വിഗ്രഹത്തിന്റെ തലയറ്റ സംഭവം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. തുടർന്ന് രാകേഷ് എന്നയാൾ അത് പുനഃസ്ഥാപിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ പോയി ദൈവത്തോട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറയൂ, നിങ്ങൾ വിഷ്ണു ഭഗവാന്റെ വലിയ ഭക്തനാണെന്ന് പറയുന്നു, അപ്പോൾ പോയി പ്രാർത്ഥിക്കുക, ഇത് ഒരു പുരാവസ്തു സ്ഥലമാണ്, ASI ആണ് അനുമതി നൽകേണ്ടത്, ക്ഷമിക്കണം എന്ന മറുപടി ചീഫ് ജസ്റ്റിസ് ഗവായ് ഹർജിക്കാരനോട് പറഞ്ഞിരുന്നു. ഈ പരാമർശം സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ഏറ്റെടുക്കുകയും വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു. ചീഫ് ജസ്റ്റിസ് മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നാണ് ചിലർ ആരോപിച്ചത്. എന്നാൽ 2 ദിവസത്തിന് ശേഷം CJI ഗവായ് ഈ വിഷയത്തെ അഭിസംബോധന ചെയ്ത് അഭിപ്രായം പറഞ്ഞിരുന്നു. താൻ അനാദരവ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളാണ് വിഷയത്തെ ഇത്രമാത്രം വലുതാക്കിയതെന്ന ചീഫ് ജസ്റ്റിസ് ഗവായിയുടെ നിരീക്ഷണത്തെ ഇതിനായി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പിന്തുണയും അറിയിച്ചിരുന്നു. അതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് കോടതി നടപടികൾക്കിടയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ BR ഗവായിക്ക് നേരെ ഷൂ എറിയാൻ രാകേഷ് കിഷോർ എന്ന അഭിഭാഷകൻ ശ്രമിച്ചത്. കൃത്യസമയത്തു തന്നെ കോടതിയിൽ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ടിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ രാകേഷ് കിഷോർ എന്ന അഭിഭാഷകനെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പുറത്തേക്ക് പോകുന്ന അഭിഭാഷകൻ സനാതന ധർമ്മത്തോടുള്ള അനാദരവാണിതെന്നും അത് ഞങ്ങൾ സഹിക്കില്ലെന്നും വിളിച്ചു പറഞ്ഞിരുന്നെന്ന് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ വ്യക്തമാക്കി. ഡൽഹി പോലീസ് ഉടൻ തന്നെ അഭിഭാഷകനെ കസ്റ്റഡിയിലെടുത്ത് അവിടെ നിന്നും മാറ്റിയിരുന്നു. എന്നാൽ ആക്രമണ ശ്രമത്തിനിടയിലും കൂസലില്ലാതെ കോടതി നടപടി തുടരുകയായിരുന്നു ചീഫ് ജസ്റ്റിസ്. അഭിഭാഷകരോട് വാദം തുടരാൻ ആവശ്യപ്പെടുകയും ഇതൊന്നും കണ്ട് ശ്രദ്ധ മാറരുത്, ഞങ്ങളുടെ ശ്രദ്ധ മാറിയിട്ടില്ല, ഇത്തരം കാര്യങ്ങൾ എന്നെ ബാധിക്കുന്നതല്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഷൂ എറിയാൻ ശ്രമിച്ച 71കാരനായ അഭിഭാഷകനെ സുപ്രീം കോടതിയുടെ സുരക്ഷാ വിഭാഗത്തിന് കൈമാറിയിരുന്നു. ചീഫ് ജസ്റ്റിസിന് പരാതിയില്ലാത്തതിനാൽ അഭിഭാഷകനെ വെറുതെ വിടുകയായിരുന്നു. എറിയാൻ ഉപയോഗിച്ച ഷൂസും അയാളിൽ നിന്ന് പിടികൂടിയ രേഖകളും വിട്ടു നൽകാൻ രജിസ്ട്രാർ ജനറൽ ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഘപരിവാർ വളർത്തിയ വിദ്വേഷത്തിന്റെ വിഷമാണ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന് നേരെ ചീറ്റിയതെന്ന് ആക്രമണ ശ്രമത്തെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിലതെറ്റിയ വ്യക്തിയുടെ വികാര പ്രകടനമായി ഇതിനെ ചെറുതാക്കി കാണാൻ കഴിയില്ലെന്നും വെറുപ്പും വിദ്വേഷവും ജനിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് കോടതിക്കകത്ത് നടത്തുന്ന കടന്നാക്രമണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും ഇത്തരം സംഭവങ്ങൾ അരങ്ങേറാൻ പാടില്ലാത്തത് തന്നെയാണ്. പ്രതിഷേധിക്കേണ്ട രീതി അങ്ങേയറ്റം മോശമായി പോയെന്നതിൽ ഒരു തർക്കവുമില്ല. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് KR.